ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ക്യാച്ചിങ് ഫിഷിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് വീഡിയോ ഒരു ബൈറ്റ് കാസ്റ്റർ റീലിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. നമുക്കൊന്ന് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈറ്റ് കാസ്റ്റർ റീല് സൈഗോ കുങ്ക 200. എൻ്റെ കുങ്ക 200 മാക്സിമം ഡ്രാഗ് 8 kg 17.6 LB ആണ്. 205 ഗ്രാം വെയിറ്റേ ഉള്ളൂ. ഗീറിഷ് വരുന്നത് 7.11. ലാൻഡ് കപ്പാസിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ കവറുമ്പോൾ തന്നെയാണ് റീലിൻ്റെ അത്യാവശ്യം മെക്കാനിക്സും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷനും ഓരോ പാർട്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. ഇതാണ് ആ റീല്. അത്യാവശ്യം കുഴപ്പമില്ല. ഉണ്ട് ഇത് പ്രൈസ് ഞാൻ പറയാം. പ്രൈസ് വലിയ റേറ്റ് ഒന്നും ഇല്ല, ഇനി നിസ്സാര വരെ ഉള്ളൂ. 17+1 ബോൾ ബെയറിംഗ് തന്നെ. നമുക്കൊന്നത് അയച്ചു നോക്കാം. ഇത് ഡബിൾ ബ്രേക്ക് സിസ്റ്റമാണത്. ഇത് സ്പൂള് നമുക്ക് ബ്രൈഡ് കയറാനായിട്ടുള്ളത്. പിന്നെ മാഗ്നറ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത് 8 എണ്ണം ഉണ്ടാകും മാഗ്നറ്റിനത്. നല്ല സ്മൂത്തനുണ്ടോ? കുഴപ്പമില്ല. ഇത് 8 ആണ്. എൻ്റെ 1 2 3 4 5 6 7 8 മാഗ്നറ്റിക് പവർ തന്നെ. ഡബിൾ ബ്രേക്ക് സിസ്റ്റം അത്. ഇതിൻ്റെ സ്പൂൾ ടൈറ്റ് ചെയ്യുന്നത് ലൂറൊക്കെ ഇട്ടിട്ട് നമുക്ക് ഏകദേശം എൻ്റെ വെയിറ്റ് അനുസരിച്ച് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന ആ ഒരു ഇതാണ്. ഇത് ഏകദേശം ലെവലാക്കി വെച്ചാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ തൊണ്ട ആവശ്യമില്ല. അതിനകത്ത് ബ്രൈഡ് കയറ്റാം. അങ്ങനെ ബ്രൈഡ് കയറ്റി നോക്കാം. ഇപ്പോൾ സ്റ്റിക്ക് എടുത്തിട്ട് സ്റ്റിക്കിലേക്ക് ഇതിനെ വയ്ക്കുക. നമ്മൾ ഈ കാണുന്ന ഹോളിൽ കൂടെ നമ്മൾ നൂല് കയറ്റണേ. ഇപ്പോൾ ഇവിടെ നൂല് കയറ്റി എടുത്തേക്കുന്ന നൂല് നമ്മൾ സിംബാദിൻ്റെ ഒരു 45 LB ആണ്. 20 kg ഡ്രാഗൺ തന്നെ. അത് നമുക്കൊന്ന് ബ്രൈഡ് കയറ്റാം. നിങ്ങളെടുത്തിട്ട് നമ്മളിതിൻ്റെ ഹോളി കൂടെ ഉള്ള ഇതങ്ങ് ഇറക്കി കൊടുക്കുക. അപ്പോൾ അത് അപ്പുറത്തേക്ക് വരും.
എന്നിട്ടത് കെട്ടിടാം. എന്നിട്ട് ഈ നീണ്ടുന്നത് കട്ട് കളയാം. എന്നിട്ടത് ബ്ലേഡ് നമുക്ക് ചുറ്റാം. അത് വലിച്ച് ടൈറ്റ് ചെയ്യണ്ടോ നമ്മൾ ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വൈൻഡ് ചെയ്യണം. നമ്മൾ ബ്രൈഡ് കയറ്റിയിട്ടുണ്ട്. ഇതൊരു 80 മീറ്റർ ബ്രൈഡാണ് ഇത് കയറിയേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ബട്ടൺ നിൽക്കുക. അപ്പോൾ ഇനി ഇടുന്ന ഓരോ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.